എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൈനീസ് വിഭവമായ ചില്ലി ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ 500 ഗ്രാം, ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, വറ്റൽമുളക്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ, കോൺഫ്ലോർ, മൈദ, മുട്ട, കാശ്മീരി ചില്ലി പൗഡർ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, മല്ലിച്ചപ്പ്, പുതിനയില. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം അരിയാം. ചില്ലി ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ നീളത്തിലാണ് എല്ലാ വെജിറ്റബിൾസും അരിയുന്നത്. റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ ക്യൂബായിട്ടാണ് അരിയേണ്ടത്. സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിയേണ്ടത്. പച്ചമുളക് നെടുകെ മുറിച്ചു കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കണം. നമുക്ക് മല്ലിച്ചപ്പും പുതിനയില അരിയാം. കൂടുതൽ മല്ലിച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 തണ്ടോളം പുതിനയില എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ചിക്കൻ അരിഞ്ഞു കൊടുക്കുന്നതും ക്യാപ്സിക്കത്തിൻ്റെ ഏകദേശം ഒരു നീളത്തിൽ തന്നെയാണ്. ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം.
ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെയാണ് നമ്മൾ സോസ് റെഡിയാക്കുന്നത്. 4-5 ടേബിൾ സ്പൂണോളം ഓയിലേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഓയിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും മല്ലിച്ചപ്പും മാറ്റി വെക്കണം. വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് പുതിനയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയായി കഴിയും. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നീലൂസ് കിച്ചൺ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും.